ചേച്ചി, ദേ നമ്മുടെ ബദനി സ്കൂൾ. ഇവിടെ നിന്നല്ലേ നാം സ്വപ്നം കാണാൻ പഠിച്ചത്? അതെ അതെ. പക്ഷേ എന്ത് പക്ഷേ? എനിക്ക് ഈ ബദനിയുടെ ചരിത്രമൊന്നും കൂടുതൽ അറിയത്തില്ല. പാറമുകളിൽ സ്ഥാപിതമായതും പ്രകൃതി രമണീയവും സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതുമായ ദിവ്യസ്ഥലം, അതാണ് നമ്മുടെ ബഥനി. ആ ചേച്ചി, അപ്പോൾ ഈ നവജീവൻ പ്രൊവിൻസ് രജത ജൂബിലി ആഘോഷിക്കുന്നതിനെ കുറിച്ചായിരിക്കും ടീച്ചർ പറഞ്ഞത്. അതെ, അത് തന്നെ. നിനക്കറിയോ, വിശ്വാസം, ദിവ്യസ്നേഹം, സേവനം, കരുണ, കരുതൽ, ഇവയുടെയെല്ലാം നീണ്ട 25 വർഷങ്ങൾ. ഈ കാലയളവിൽ എന്തൊക്കെയായിരിക്കും ബദനി സന്യാസിമാർ ചെയ്തിട്ടുണ്ടാവുക? ആരോടാ ഇതൊന്ന് ചോദിക്കുക? മാറിവനിയോസ് മാറിവനിയോസ് മലങ്കര സൂര്യനാമെന്നെ അച്ഛൻ. മാറിവനിയോസ് മാറിവനിയോസ് മലങ്കര സൂര്യനാമെന്നെ അച്ഛൻ. മലങ്കര സഭയുടെ അജപാലകൻ, ഇതിഹാസത്തിൻ അഭിഷിക്തൻ അഭിഷിക്തൻ അഭിഷിക്തൻ. മലങ്കര സഭയുടെ അജപാലകൻ, ഇതിഹാസത്തിൻ അഭിഷിക്തൻ അഭിഷിക്തൻ അഭിഷിക്തൻ. മാറിവനിയോസ് മാറിവനിയോസ് മലങ്കര സൂര്യനാമെന്നെ അച്ഛൻ. അനന്യ തേജസ്വിയാ പിതാവിൻ വീരകഥ, ബദനി മക്കൾക്കഭിമാനം അഭിമാനം അഭിമാനം. അനന്യ തേജസ്വിയാ പിതാവിൻ വീരകഥ, ബദനി മക്കൾക്കഭിമാനം അഭിമാനം അഭിമാനം. മലങ്കര തനയർക്കായെന്നും ജ്വലിച്ച ഗിരിദീപം ഗിരിദീപം ഗിരിദീപം. മലങ്കര തനയർക്കായെന്നും ജ്വലിച്ച ഗിരിദീപം ഗിരിദീപം ഗിരിദീപം. മാറിവനിയോസ് മാറിവനിയോസ് മലങ്കര സൂര്യനാമെന്നെ അച്ഛൻ. മാറിവനിയോസ് മാറിവനിയോസ് മലങ്കര സൂര്യനാമെന്നെ അച്ഛൻ. സകലതും നന്മയ്ക്കായി ത്യജിച്ചൊരു കർമ്മയോഗിയം സ്നേഹപീഠം സ്നേഹപീഠം
സകലതും നന്മയ്ക്കായി ത്യജിച്ചൊരു കർമ്മയോഗിയം സ്നേഹപീഠം. സ്നേഹപീഠം സഹനത്തിൻ തീച്ചൂടേൽക്കുകിലും കെടാതിരിഞ്ഞിടും ആത്മീയതയുടെ ദീപം. സഹനത്തിൻ തീച്ചൂടേൽക്കുകിലും കെടാതിരിഞ്ഞിടും ആത്മീയതയുടെ ദീപം. പുനരൈക്യത്തിൻ നേതാവ് ക്രൈസ്തവ പൗരുഷത്തിൻ അടിസ്ഥാനം. ദൈവാത്മാവിൻ ഗഗനമാം ചിന്തയിൽ പ്രാർത്ഥനാപൂർവമെന്നും ജീവിച്ച ധന്യനാം മാറിവാനിയോസേ, ധന്യനാം മാറിവാനിയോസേ, മാറിവാനിയോസ്, 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 മാറിവാനിയോസ്. ബദനിയുടെ വളർച്ചയ്ക്ക് ഹേതുവായ നമ്മുടെ പിതാവല്ലേ ഇത്? നമ്മുടെ പിതാവ് തന്നെ, ധന്യനായ പിതാവ്. നമ്മുടെ സംശയം പിതാവിനോട് ചോദിച്ചാലോ? നിങ്ങളെ കണ്ടിട്ട് എന്തോ സംശയമുള്ളതുപോലെ തോന്നുന്നല്ലോ. ചോദിച്ചോളൂ, മടിക്കേണ്ട. ബദനിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് പിതാവേ. അതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് മക്കളെ. ബദനിയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ പിതാവേ? അതെല്ലാം പിന്നൊരിക്കലാകാം. അശരണർക്ക് ആശ്വാസവും അജ്ഞാനമാകുന്ന അന്ധകാരത്തിലകപ്പെട്ടവർക്ക് അറിവുമേകാനായി തുടക്കമിട്ട ആശ്വാസ ഭവനമായ ബദനി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിത്യതേജസ്സായി നിറഞ്ഞു നിൽക്കുന്നു. പിതാവേ, പിതാവിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു സംഭവം കൂടി പറയാമോ? ഒന്നും മറക്കാനാവില്ല മക്കളെ, എല്ലാം ഇപ്പോഴും കൺമുന്നിലുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്നും പുനരൈക്യത്തിലൂടെ കത്തോലിക്ക സഭയിൽ ചേരാനായി ഇറങ്ങിത്തിരിച്ചതെങ്ങനെയെന്ന് ഞാൻ പറയാം. എന്താ അച്ഛൻ്റെ മുഖത്തൊരു വിഷമം? പിതാവേ, പണം പിരിക്കാൻ കഴിഞ്ഞില്ല. അതിനെന്തിനാടോ സങ്കടപ്പെടുന്നത്? അതല്ല പിതാവേ. പണം യാതൊന്നും നമുക്ക് നേടിത്തരുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഈശ്വര സമ്പാദനമാണ്. സിംഗപ്പൂരിൽ വച്ച് എനിക്ക് അസുഖം വരാതിരുന്നെങ്കിൽ. അച്ഛനെ പിരിവിനൊന്നും പോകേണ്ടതില്ല. മുണ്ടൻമലയിൽ പോയി മരുന്നും വിശ്രമവുമായി കഴിഞ്ഞാൽ മതി. മുണ്ടൻമലയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു പിതാവേ. ആഗ്രഹമോ? എന്താ അത്? കോട്ടയം പഴയ സെമിനാരി വരെ പോകണമെന്നുണ്ടായിരുന്നു. എന്താ ഇപ്പോൾ ഇങ്ങനൊരാഗ്രഹം? മുട്ടയ്ക്കൽ അലക്സാന്ദ്രിയോസ് അച്ഛൻ വയ്യാതെ കിടപ്പിലാണ്. ഒന്ന് കാണണമെന്നുണ്ട്. അതിനെന്താ, അച്ഛൻ പൊയ്ക്കോളൂ. അച്ഛാ, നമ്മുടെ പുനരേക്ക് തീരുമാനമൊക്കെ അച്ഛൻ അറിയാമല്ലോ. അതിന് താമസമുണ്ടാവുകയില്ല. വിശദ കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം. ഞങ്ങളെല്ലാം ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് പിതാവേ. ഏത് നിമിഷവും പിതാവിനോടൊപ്പം ഇറങ്ങി വരാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ജനിച്ചു വളർന്ന സഭ വിട്ട് നാം മറ്റൊരു സഭയിലേക്ക് പോവുകയാണല്ലേ അച്ഛാ? അതെ അതെ, നമ്മുടെ പിതാവിനോടൊപ്പമല്ലേ. നമുക്കിത് സന്തോഷം നൽകുന്നതാണ്. എന്നാൽ ഇതിഷ്ടമല്ലാത്ത ചിലരുണ്ടിവിടെ. ഇഷ്ടമല്ലാത്തവരോ? ആർക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അനിഷ്ടം? മറ്റാർക്കുമല്ല, അലക്സിയോസ് അച്ഛന്. അച്ഛനോ? അച്ഛനും അത് ഇഷ്ടമായിരുന്നല്ലോ. പുനരൈക്യത്തിനെതിരായിട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രവർത്തനം. ഷെമ്മാശന്മാരായി ആശ്രമത്തിലെത്തുന്നവരെ അച്ഛൻ്റെ പക്ഷത്താക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്നെയും വരുതിയിലാക്കാൻ നോക്കി. അച്ഛന് എന്തു പറ്റിയെന്നറിയില്ല. ഈ കാര്യം ചിലർ പിതാവിനെ അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി പിന്നെയാകാം ബാക്കി. പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം കേൾക്കുന്നത് ശരിയോ? പിതാവ് എന്താണ് കേട്ടത്? ഗുരു ഞാനോ എന്ന് പണ്ട് യൂദാസ് ചോദിച്ചതുപോലെയാണല്ലോ ഈ മറുചോദ്യം. പുനരൈക്യത്തിനെതിരായി അച്ഛൻ പറഞ്ഞു നടക്കുന്നുവെന്ന് കേൾക്കുന്നു. അത് വാസ്തവമാണോ?
ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്ത് തോന്നുന്നു? സഭ വിട്ടു പോകുന്നത് പാപമാണെന്ന്. സഭ വിട്ടു പോകണമെന്ന് അച്ഛനോട് നാം കൽപ്പിച്ചോ? ഇല്ലല്ലോ. അതിന് ഒരുക്കമല്ലെങ്കിൽ വേണ്ട. ആഗ്രഹിക്കുന്നവരെ എന്തിനാ ഉപദ്രവിക്കുന്നത്? പൊയ്ക്കോളൂ. പിതാവേ, പിതാവിൻ്റെ ആഗ്രഹം ദൈവം നടത്തിത്തരും. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നാകുന്നതിന് വേണ്ടിയും നീ എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ബദനിമലയിൽ നിന്നും നാളെ രാവിലെ നാമും മാർത്തയോ ഫിലോസും കൂടി ഇറങ്ങുവാൻ നിശ്ചയിച്ച വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. കത്തോലിക്ക സഭയോട് പുനരേക്കപ്പെടുവാൻ ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ എന്നെ അറിയിക്കണം. വരാനോ വരാതിരിക്കുവാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആശ്രമ അധ്യക്ഷനായ നാം നിങ്ങൾക്ക് നൽകുന്നു. പിതാവിനോടൊപ്പം ഞാനും വരുന്നു. പിതാവേ, ഞാനും. പിതാവേ, ഞങ്ങളും അങ്ങയോടൊപ്പം വരുന്നു. പ്രഭാതത്തിൽ നാം ഇവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും ദേഹശുദ്ധി വരുത്തി എത്രയും വേഗം എത്തണം. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പരസ്യ ജീവിതത്തിനായി 30 വർഷം തപസ് ചെയ്ത കർത്താവേ, അങ്ങേ ദാസനിത 11 കൊല്ലത്തെ ഒരുക്കത്തോടെ അങ്ങയുടെ പ്രകാശത്തിലേക്ക് വരുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. മക്കളെ, നമ്മളിവിടെ ഒന്നുമില്ലാത്തവരായി വന്നു. ഇപ്പോഴിതാ ഒന്നുമില്ലാത്തവരായി നമുക്കിറങ്ങിപ്പോകാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പിതാവേ? ദൈവം നോക്കിക്കൊള്ളും. പിതാവേ, വലിയ പ്രചരണത്തോടു കൂടിയായിരുന്നു ഈ യാത്രയെങ്കിൽ കൂടുതൽ ആളുകൾ നമ്മോടൊപ്പം വന്നേനെ. അത്തരം പ്രചരണ ബഹളങ്ങളൊന്നും നമുക്ക് വേണ്ടടോ. ദുഃഖത്തോടെ വിതയ്ക്കുന്നവനാണ് സന്തോഷത്തോടെ കൊയ്യുന്നത്. ബദനിമലേ പുഷ്പശ്ലോമോ. അങ്ങിൽ നിന്ന് പൈതൃകമായി ലഭിച്ച നിത്യചൈതന്യം ഉൾക്കൊണ്ട് അങ്ങയുടെ സ്നേഹസേവന പാതയിലൂടെ അനേകർക്ക് വെളിച്ചമേകാനായി ഞങ്ങൾ ഇന്നും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്നേഹമാർന്നൊരു ജൂബിലി, മനസ്സാകെ നിറയുമീ ജൂബിലി, നവജീവൻ ബദനിക്കിത് ജൂബിലി. അഴകാർന്ന യാത്രതൻ ജൂബിലി, പുതുജീവനേകിടും ജൂബിലി, നവജീവൻ ബദനിക്കിത് ജൂബിലി. സ്നേഹത്തിൻ ദീപനാളമാ നേരിന്റെ പാതയിൽ നീങ്ങിടാൻ, ത്യാഗത്തിൻ സ്മരണയതോർത്തിടാ, പ്രത്യാശതൻ സൗഗന്ധികം ഇത് സ്നേഹപദ്ധതി, പുതുശ്വാസ പദ്ധതി, നവജീവൻ പദ്ധതി. നിറവാർന്ന പദ്ധതി, ഹരിതൻ പദ്ധതി, നവജീവൻ പദ്ധതി.
ഭംഗിയോടെ ഒരു നല്ല നാളെയിലേക്ക്.